നമസ്കാരം. സ്വർണ്ണവില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോൾ ഒരു പവൻ സ്വർണമൊക്കെ സാധാരണക്കാരനൊരു സ്വപ്നം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈയൊരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അപ്പോ സ്വാഭാവികമായും നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഈ സ്വർണ്ണവിലയിനിയും മുകളിലോട്ട് പോകുമോ, അതോ വലിയൊരു ഇടിവ് വരാനിരിക്കുന്നുണ്ടോ? നമുക്ക് ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ഒന്ന് വിശദമായി പരിശോധിക്കാം. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ സ്വർണം എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കാനാണോ അതോ പുതിയൊരു അവസരം തരാനാണോ വന്നിരിക്കുന്നത്? നമ്മുടെ പഴയ ചിന്തകളും പുതിയ ഇൻവെസ്റ്റ്മെന്റ് രീതികളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മമാര് പണ്ട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, മോനെ കഷ്ടപ്പെട്ട് കുറച്ച് സ്വർണം വാങ്ങിവെക്ക, അതൊരു സുരക്ഷയാണ് എന്ന്. പക്ഷെ നമ്മളെ പുതിയ തലമുറക്കാരല്ലേ, നമ്മൾ ചിന്തിച്ചതെന്താ? അതൊക്കെ പഴയ ചിന്ത, ഇപ്പോഴത്തെ കാലത്ത് SIP, സ്റ്റോക്ക് മാർക്കറ്റ്, എന്തിന് ക്രിപ്റ്റോ വരെയില്ലേ എന്ന്. പക്ഷെ ശരിക്കും ആരാണ് ശരി? പക്ഷേ ഈ കണക്കുകൾ കണ്ടാൽ നമ്മളൊന്ന് ഞെട്ടും. നിങ്ങളൊന്ന് നോക്കിക്കേ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ നമ്മൾ വലിയ സംഭവമായി കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സായ നിഫ്റ്റി തന്നത് ഏകദേശം 12-13% റിട്ടേണാണ്. എന്നാൽ സ്വർണമോ ചില വർഷങ്ങളിൽ 14 മുതൽ 16% വരെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തു മനസ്സിലാക്കണം? സ്വർണം വെറും ഒരു സേഫ്റ്റി മാത്രമല്ല, നല്ലൊരു വരുമാനമാർഗം കൂടിയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ലോകം മൊത്തത്തിലിങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്? ഇതൊരു വെറും കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള കാര്യമല്ല, ഇതൊരു ഗ്ലോബൽ ട്രെൻഡാണ്. നമുക്ക് നോക്കാം. ചൈന പോലുള്ള വലിയ രാജ്യങ്ങൾ മാത്രമല്ല, നമ്മളുടെ സ്വന്തം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെ വൻതോതിലാണ് സ്വർണം വാങ്ങി സംഭരിക്കുന്നത്. വെറും 5 വർഷം കൊണ്ടാണ് ഇന്ത്യയുടെ കയ്യിലുള്ള സ്വർണം 650 ടണ്ണിൽ നിന്ന് 880 ടണ്ണിലേക്ക് എത്താൻ പോകുന്നത്. എന്തിനായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ സ്വർണം വാങ്ങുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. കയ്യിലിരിക്കുന്ന പേപ്പർ കറൻസികളിൽ, അതായത് ഡോളറിലും രൂപയിലുമൊക്കെയുള്ള വിശ്വാസം കുറഞ്ഞുവരുന്നു. ഈ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. വിചാരിക്കുക, ഒരു നാട്ടിൽ 100 രൂപയും 10 മുട്ടയും മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു മുട്ടയുടെ വില എത്രയായിരിക്കും? 10 രൂപ അല്ലേ? ഇനി ഗവൺമെന്റ് കുറച്ചുകൂടി കാശ് പ്രിന്റ് ചെയ്ത് ഇറക്കി. ഇപ്പോ ആകെ 200 രൂപയുണ്ടെന്ന് വെക്കുക. പക്ഷേ മുട്ട ഇപ്പോഴും 10 എണ്ണമേ ഉള്ളൂ. അപ്പോ ഒരു മുട്ടയുടെ വില എന്താവും? സ്വാഭാവികമായും 20 രൂപയാകും. ഇതാണ് ഇത്രയുള്ളൂ പണപ്പെരുപ്പം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പണം പ്രിന്റ് ചെയ്യാം അല്ലേ? പക്ഷെ സ്വർണം അങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് സ്വർണത്തിനെപ്പോഴും ഒരു മൂല്യമുള്ളത്. ഓക്കെ, ഈ ലോകകാര്യങ്ങളൊക്കെ ഒരു സാധാരണക്കാരനെ, ഒരു ശമ്പളക്കാരനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് എറണാകുളത്തൊരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ ഉദാഹരണമായി എടുക്കാം. അദ്ദേഹത്തിന്റെ മാസശമ്പളം വെറും 28,000 രൂപയാണ്. അദ്ദേഹത്തിന്റെ മാസച്ചെലവുകളൊന്ന് നോക്കിക്കേ. വീട്ടുവാടക, ഭക്ഷണ സാധനങ്ങൾ, എന്തെങ്കിലും ലോണിന്റെ EMI, പെട്രോൾ, ബില്ലുകൾ, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് ഒരു മാസം മുഴുവൻ അധ്വാനിച്ചിട്ട് കയ്യിൽ മിച്ചം വരുന്നത് എത്രയാണെന്നോ? വെറും 3000 രൂപ. ഇവിടെയാണ് ആ വലിയ ചോദ്യം വരുന്നത്. കയ്യിലുള്ള ഈ 3000 രൂപ കൊണ്ട് സ്വർണം വാങ്ങണോ, അത് സ്ഥിരമായി ചെയ്യുന്ന SIP കണ്ടിന്യൂ ചെയ്യണോ? ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇതേ അവസ്ഥയിലായിരിക്കും അല്ലേ? സ്വർണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു താരമുണ്ട്. അതാണ് വെള്ളി. ഒരുപക്ഷേ യഥാർത്ഥ അവസരം ഒളിഞ്ഞിരിക്കുന്നത് അവിടെയായിരിക്കാം. വെള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് 2 ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, സ്വർണം പോലെ തന്നെ ഒരു നിക്ഷേപം. 2020-ൽ 1 കിലോ വെള്ളിക്ക് ഏകദേശം 40,000 രൂപയായിരുന്നു വില. ഇന്നോ അത് 1 ലക്ഷം രൂപയും കടന്നുപോയി. രണ്ടാമത്തെ ഉപയോഗം ഇൻഡസ്ട്രിയിലാണ്. സോളാർ പാനലുകൾ, ഇലക്ട്രിക് കാറുകൾ, നമ്മുടെയെല്ലാം മൊബൈൽ ഫോണുകൾ, ഇതിലൊക്കെ വെള്ളി അത്യാവശ്യമായൊരു ഘടകമാണ്. അതായത് ഡിമാൻഡ് എപ്പോഴും ഉണ്ടാകും. ഇവിടെ നമ്മൾ ഗോൾഡ് ടു സിൽവർ റേഷ്യോ എന്നൊരു സംഭവം മനസ്സിലാക്കണം. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിൾ കാര്യമാണ്. 1 ഔൺസ് സ്വർണം വാങ്ങാൻ എത്ര ഔൺസ് വെള്ളി വേണം? ആ കണക്കാണ് ഈ റേഷ്യോ. ചരിത്രപരമായി നോക്കിയാൽ ഈ റേഷ്യോ ഏകദേശം 65 അതായത് 65 യൂണിറ്റ് വെള്ളി കൊടുത്താൽ 1 യൂണിറ്റ് സ്വർണം കിട്ടും. പക്ഷെ ഇന്നോ അത് 90-ന് മുകളിലാണ്. ഇതിന് 2 കാര്യങ്ങൾ അർത്ഥമാക്കാം. ഒന്നുകിൽ വെള്ളിക്കിപ്പോൾ വില കുറവാണ്, ഭാവിയിൽ കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലോകത്ത് സാമ്പത്തിക അനിശ്ചിതത്വം കൂടുമ്പോൾ എല്ലാവരും ഏറ്റവും സുരക്ഷിതമായ സ്വർണത്തിലേക്ക് തന്നെ ഓടുന്നു. ശരി, എന്തുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം,
എങ്ങനെയാണ് നമ്മൾ സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ആഭരണം ഒരു നിക്ഷേപമായി കാണരുത്. കാരണം പണിക്കൂലിയും ജിഎസ്ടിയും ഒക്കെ കാരണം വാങ്ങുമ്പോഴും നഷ്ടം, വിൽക്കുമ്പോഴും നഷ്ടം. ഇതിനു പകരം നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വഴി വാങ്ങാൻ പറ്റുന്ന ഗോൾഡ് ETF-കളിൽ നിക്ഷേപിക്കാം. ഇതിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ അധിക ചാർജുകളില്ല. ചെറിയ തുകയ്ക്ക്, അതായത് 100 രൂപയ്ക്ക് പോലും നമുക്ക് സ്വർണം വാങ്ങി സൂക്ഷിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. സ്വർണം ഒരു ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയല്ല. അതിന്റെ വിലയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകും. വെള്ളിയാണെങ്കിൽ സ്വർണത്തേക്കാൾ കൂടുതൽ ചാഞ്ചാട്ടം കാണിക്കും. അതുകൊണ്ടുതന്നെ അടുത്ത മാസം ലാഭമെടുക്കാമെന്ന് വിചാരിച്ച് ആരും ഇതിൽ നിക്ഷേപിക്കരുത്. ഇതൊരു ലോങ് ടേം ഗെയിമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോ ഒരു സാധാരണക്കാരനായ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? എന്തായിരിക്കണം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്? ഇതാണ് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി. സ്റ്റെപ്പ് 1. എല്ലാത്തിനും മുൻപ് ഒരു 3 മുതൽ 6 മാസം വരെയുള്ള നിങ്ങളുടെ വീട്ടുചെലവുകൾക്ക് ആവശ്യമായ പണം ഒരു എമർജൻസി ഫണ്ടായിട്ട് മാറ്റിവെക്കുക. സ്റ്റെപ്പ് 2. നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 10% വരെ സ്വർണത്തിലോ വെള്ളിയിലോ നിക്ഷേപിക്കുക. സ്റ്റെപ്പ് 3. ബാക്കിയുള്ള തുക ദീർഘകാലത്തേക്ക് സമ്പത്ത് വളർത്താൻ സഹായിക്കുന്ന ഇക്വിറ്റി SIP-കളിൽ തന്നെ തുടരുക. ഇവിടെ നിങ്ങളുടെ പ്രായവും ഒരു പ്രധാന ഘടകമാണ്. നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയ്ക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടി സ്വർണത്തിലുള്ള നിക്ഷേപം 15 മുതൽ 20% വരെ ആക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ലോകത്ത് എന്ത് പ്രതിസന്ധികൾ വന്നാലും ആയിരക്കണക്കിന് വർഷങ്ങളായി സ്വർണവും വെള്ളിയും അതിന്റെ മൂല്യം നിലനിർത്തിയിട്ടുണ്ട്. അതൊരു ചരിത്ര സത്യമാണ്. അപ്പോ ഇനി നിങ്ങളോടാണ് ചോദ്യം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിലെ എത്ര ശതമാനമാണ് നിങ്ങൾ സ്വർണത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.